അബ്ജോദ് വർഗീസിനെ അറിയാമോ? അറിയാം. ആരാ? ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകനാണ്. ഉമർ ഖാലിദിനെ അറിയാമോ? അറിയാം. ആരാണ്? ഡൽഹി കലാപത്തിന്റെ ആസൂത്രകൻ. രാജ്യദ്രോഹ കേസിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ജയിലിലാണ്. ഉമർ ഖാലിദിൻ്റെ ഒരു പ്രശസ്തമായ വീഡിയോ ഉണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യ നിയമവിരുദ്ധമായി ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ കാശ്മീർ ആടെയാണ്, പാകിസ്ഥാൻ്റെയാണ്. ഇന്ത്യയാണ് അത് കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരൻ അക്രമി ആരാണ്? ഇന്ത്യയാണ്. കാശ്മീർ ആർക്ക് വിട്ടുകൊടുക്കണം? പാകിസ്ഥാന് വിട്ടുകൊടുക്കണം. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നിലപാടിനെതിരാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, മോദി ഗവൺമെൻറ്റിൻ്റെ അല്ല, ഇന്ത്യ ഗവൺമെൻറ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ല, സ്റ്റേറ്റ് രാഷ്ട്രമാണ് അല്ലേ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ അത് നമ്മൾ അനധികൃതമായി കയ്യേറി വെച്ചിരിക്കുന്നു. ഇത് ജലീൽ പറഞ്ഞു മുമ്പൊരിക്കൽ ഓർക്കുന്നത്. കെട്ടി ജലീൽ ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് പിൻവലിച്ചു, വലിയ വിവാദമായി. അത് ഒമർ ഖാലിദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചുവട് പിടിച്ചാണ്. അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാൻ്റെ അവകാശപ്പെട്ട കാശ്മീർ ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരാണ്, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരാണ്, രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹപരമാണ്. അങ്ങനെ രാജ്യദ്രോഹ നിലപാടുള്ള ഒരാളെ പിൻവലിക്കുന്ന ആളെ എന്ത് വിളിക്കും? രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ വേണമെങ്കിൽ അല്ലേ. അങ്ങനെ അബ്ജോദ് വർഗീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ വന്നു. അബ്ജോദ് വർഗീസ് പറയുകയാണ്, ഉമർ ഖാലിദിന് ഡൽഹി ഹൈക്കോടതി സെപ്റ്റംബർ 2 ജാമ്യം നിഷേധിച്ചു. ജയിലിലാണ്, UAPA പ്രകാരം ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിട്ടു. മാത്രമല്ല, അതിവേഗം വിചാരണ വേണം എന്ന് ഒരു പ്രതിക്ക് അവകാശപ്പെടാൻ അധികാരമുണ്ട്. എന്നാൽ അതിവേഗം വിചാരണ നടക്കുന്നത് കൊണ്ട് ഈ കേസിലെ വിക്ടിം സ്റ്റേറ്റാണ്, സർക്കാരിന് ദോഷമുണ്ടാവുമെങ്കിൽ അങ്ങനെ പ്രതിയെ സഹായിക്കാൻ വേണ്ടി മാത്രം അതിവേഗം വിചാരണ അനുവദിക്കണം എന്ന് ശഠിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി. ഡൽഹി ഹൈക്കോടതി നിരവധി തവണ ഒമർ ഖാലിദിൻ്റെ ജാമ്യം തള്ളിയിട്ടുണ്ട്. പക്ഷേ അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നു, ദില്ലി ഹൈക്കോടതിയുടെ നടപടി തെറ്റാണെന്ന് മാത്രമല്ല, ന്യായക്കോടതികൾ സത്യക്കോടതികളാവില്ല. ഇത് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വിഖ്യാതനായ മലയാള നോവലിസ്റ്റ് മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ നോവലിലെ ഒരു പാരഗ്രാഫിൻ്റെ ഫോട്ടോയും കൂടി ഇട്ടിട്ടാണ് അബ്ജോദ് വർഗീസ് പറയുന്നത്. ആ കോട്ട് ഇങ്ങനെയാണ്, സി രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്ന വരികൾ എങ്ങനെയാണ്: ജയിക്കുന്ന യുദ്ധമേ ചെയ്യാവൂ എന്ന് എല്ലാവരും തീരുമാനിച്ചാൽ കയ്യൂക്കുള്ളവൻ്റെ എല്ലാ അനീതികളും ലോകം സഹിക്കേണ്ടി വരും. അതിന് അടിവരയിട്ടാണ് അബ്ജോദ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സി രാധാകൃഷ്ണൻ ഈ നോവൽ എഴുതിയത് നിലവിലുള്ള രാഷ്ട്രീയത്തെ വിമർശിച്ചല്ല. അങ്ങനെയാണെങ്കിൽ എഴുതിയത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കയ്യൂക്കുള്ളവൻ്റെ അധികാരത്തെക്കുറിച്ച്, അധികാരവാഴ്ചയെക്കുറിച്ച് CR എഴുതിയിരിക്കുന്നത്. അത് കോട്ട് ചെയ്തിട്ട് മോഡിക്കെതിരെ ആക്കുകയാണ്, അല്ലെങ്കിൽ കോടതികൾക്കെതിരെ വ്യാഖ്യാനിക്കുകയാണ് അബ്ജോദ് വർഗീസ്. എന്തിനാണ് ഈ പറയുന്ന പോലെ ഉമർ ഖാലിദിനെ ന്യായീകരിക്കുന്നത്? അതാണ് പ്രസക്തമായ ചോദ്യം. ഉമർ ഖാലിദിനോട് കോടതി അനീതി കാണിച്ചിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഉമർ ഖാലിദിന് 2 തവണ ജയിലിൽ കിടക്കുമ്പോൾ 2024 ഡിസംബർ 18 ഒരു ഇടക്കാല ജാമ്യം കൊടുത്തിരുന്നു. എന്തിനാണെന്നറിയോ? ഒരു കസിൻ്റെ കല്യാണം വന്നപ്പോൾ. 2022 ഡിസംബർ 22 സഹോദരിയുടെ വിവാഹം വന്നപ്പോഴും ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ കോടതി അയാളുടെ ചില മാനുഷികമായ വശങ്ങൾ പരിഗണിച്ച് അയാൾക്ക് മുൻകാലങ്ങളിൽ സഹോദരിയുടെ വിവാഹത്തിന്, കസിൻ്റെ വിവാഹത്തിന് പോലും ഒരാഴ്ചത്തെ ഇടക്കാല ജാമ്യം കൊടുത്തിട്ടുണ്ട് കോടതി. പക്ഷേ ഇപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്നില്ല. ജാമ്യം കൊടുക്കാത്തതാണ് അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരെ രോഷാകുലനാക്കിയിരിക്കുന്നത്. അദ്ദേഹം വലിയ നിരാശനാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല, മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് താഴെ, അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും ഒക്കെയാണ്, വളരെ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന മണികണ്ഠൻ അദ്ദേഹത്തിൻ്റെ താഴെ വന്നിട്ട് പറഞ്ഞു, അല്ല, ഒമർ ഖാലിദ് ദില്ലി കലാപ കേസിൽ ശിക്ഷ അർഹിക്കുന്ന ആൾ തന്നെയാണ്. 50ഓളം പേരാണ് ദില്ലി കലാപത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ 200ഓളം പേർക്ക് പരിക്ക് പറ്റി. ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജഡം, തല്ലിക്കൊന്ന നിലയിലുള്ള ജഡം കിട്ടിയത് അഴുക്കുചാലിൽ നിന്നാണ്. അതായത് IB ഓഫീസറെ വരെ തല്ലിക്കൊന്നു. അത്ര വലിയ ആസൂത്രിതമായ ഒരു കലാപമാണ് ദില്ലി ജുമാ മസ്ജിദും ഷഹീൻബാദും കേന്ദ്രീകരിച്ച് നടന്നത്. അപ്പോൾ അതിനെതിരെയാണ് പോലീസ് നടപടിയെടുത്തത്. പിന്നീട് അതൊരു കമ്മ്യൂണൽ റൈറ്റായിട്ട് മാറി, വർഗീയ കലാപമായിട്ട് മാറി. അപ്പോൾ അവിടെ ഓർക്കുന്നില്ലേ, ഏഷ്യാനെറ്റിൽ
PR സുനിൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഒരിക്കലും ഒരു മാധ്യമ സംസ്കാരത്തിന് നിരക്കാത്ത കാര്യമാണ്. വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നിലതാ ഒരു പള്ളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു. ഓർക്കുന്നില്ലേ? അത് ഒരിക്കലും നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ഒരു ടെൻഷൻ ഉണ്ടായാൽ, ഒരു സംഘർഷം ഉണ്ടായാൽ, ഒരു കലാപം ഉണ്ടായാൽ അതിനെ എസ്കലേറ്റ് ചെയ്യുന്ന, അതിൻ്റെ വേഗത കൂട്ടുന്ന, അതിനെ ആളിക്കത്തിക്കുന്ന തരത്തിൽ ഒരിക്കലും വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് ഒരു മാധ്യമ വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്ന പാഠം. പക്ഷേ ദില്ലിയിൽ അങ്ങനെ ഒരു പള്ളി കത്തിയിട്ടില്ല. കത്താത്ത പള്ളി എൻ്റെ പിന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് ചെയ്ത് കുപ്രസിദ്ധി നേടിയ ഒരാളാണ് ഏഷ്യാനെറ്റിലെ PR സുനിൽ. അയാൾ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി കൈരളി വഴി ഇറങ്ങി റിപ്പോർട്ടറിൽ മീഡിയ വണ്ണിൽ പോയിരുന്നു. ഇല്ലല്ലേ? ഫോർത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്നത് ജിഹാദി അർബൻ നക്സൽ മാധ്യമങ്ങളിലൊക്കെ വിരാജിച്ച് ഇപ്പോൾ റിപ്പോർട്ടറിൽ എത്തിയിട്ടുണ്ട്, എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളൊക്കെയാണ് ഏഷ്യാനെറ്റിലുള്ളത്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ഈ മണികണ്ഠൻ പറയുമ്പോഴത്തേക്ക് ഈ കോടതി വിധിയെക്കുറിച്ച് അബ്ജോദ് വർഗീസ് പറയുന്നതെന്നറിയോ? ന്യായമോ നീതിയോ നിയമമോ പാലിക്കപ്പെടാത്ത വിധിയാണിത്, പരമദയനീയം, മുദ്രാവാക്യം വിളിയായി ഈ വിധി എഴുതിയിരിക്കുന്നു. ഒരു കോടതി വിധിയെ വിമർശിക്കാൻ ഫെയർ ക്രിറ്റിസിസം നമുക്കറിയാം, സുപ്രീം കോടതി വിധിയെ പോലും നമുക്ക് വിമർശിക്കാം. പക്ഷേ അതൊരു മുദ്രാവാക്യം വിളിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടംപ്റ്റിൻ്റെ പരിധിയിലൊക്കെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഈ ചങ്ങായിക്ക് ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ചപ്പോൾ ഇത്രമാത്രം രക്തം തിളയ്ക്കാനുള്ള കാരണം? അത് നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മൾ ആലോചിക്കണം. ഒന്ന് ഷർജിൽ ഇമാം, രണ്ടാമത്തത് ഉമർ ഖാലിദ്. ഇവർ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ദില്ലി കലാപം ഓർഗനൈസ് ചെയ്തത്. അത് കോടതി വിധി പറയുന്നുണ്ട്. അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. അന്ന് ഇവിടെ പറഞ്ഞെന്താ, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ, എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരും, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്ക്, നിൻ്റെ അച്ഛൻ്റെ പൗരത്വം കാണിക്കുക, അച്ഛൻ്റെ പൗരത്വത്തിൻ്റെ രേഖ കാണിക്കുക, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് പാകിസ്ഥാനിലേക്ക് വിടുമെന്നാണ് പറഞ്ഞത്. 2019 നിയമമാണ്, ഇന്ന് 2025. ഇന്ത്യയിലെ ഒറ്റ മുസ്ലിമിന് പോകേണ്ടി വന്നില്ല, അല്ലേ? പൗരത്വ നിയമം വന്നതുകൊണ്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ഒരു ദോഷവും വന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട സാധുക്കളായ മുസ്ലിമുകളെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കലാപത്തിനിറങ്ങുന്ന മാതിരി വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കി അവരെ കലാപത്തിനിറക്കിയതാണ് ഡൽഹിയിൽ കണ്ടത്. നമ്മുടെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്, PK ശ്രീമതി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമോ മറ്റോ. അവർ മലപ്പുറത്ത് തട്ടമിട്ട സാധുക്കളായ, പർദ്ദയിട്ട സാധുക്കളായ മുസ്ലിം വനിതകളോട് പറയുകയാണ്, പ്രശ്നമാണ് കേട്ടോ, നിങ്ങളെയൊക്കെ വന്നിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ ജനനരേഖയൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണം രാജ്യമൊട്ടാകെ നടത്തിയിട്ടാണ് ദില്ലി കലാപം പോലെയുള്ള കലാപം, ഇന്ത്യ മുഴുവൻ കലാപം ഉണ്ടാക്കാനാണ് ശ്രമം. പക്ഷെ നടന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? ആ നിയമം പാസ്സായി, നിയമം നടപ്പാക്കി. 2014 വരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും ബൗദ്ധരും പാഴ്സികളും അടക്കമുള്ള, അതായത് 3 ഇസ്ലാമിക രാജ്യങ്ങളിൽ മതപീഡനത്തിന് ഇരയാവുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ വന്നാൽ പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് പൗരത്വ നിയമം, അല്ല ആരുടെ പൗരത്വം കളയാനുള്ളതല്ല. അങ്ങനെ വന്ന് അത് 2014 വരെ ആയിരുന്നെങ്കിൽ മിനിഞ്ഞാന്ന് സർക്കാർ ഉത്തരവിറക്കി 2024 ഡിസംബർ 31 വരെ വന്നവർക്ക് പൗരത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമുകൾക്ക് ഒരു ദോഷവും വരുന്നില്ല. പക്ഷേ എന്തെല്ലാം കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചതിൻ്റെ 50ഓളം ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദികളാണ് ഷാജിൽ ഇമാമും ഉമർ ഖാലിദ്. ഇവർക്കെതിരെയാണ് കേസ് ചുമത്തിയിരിക്കുന്നത്, UAPA ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇവർ രണ്ടുപേരുമാണ് ഇതിന് തുടക്കം കുറിച്ച്. ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിലൂടെ ആശയപ്രചരണം നടത്തി, എന്നിട്ട് സകല മുസ്ലിമുകളും തെരുവിലിറങ്ങണമെന്ന് ഡൽഹിയിൽ ആഹ്വാനം ചെയ്തു. നിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് ഉടനെ കൊണ്ടുപോകും, കടത്തിവിടും, നാട് കടത്തും, അതിനുള്ള നിയമമാണ് ഇതെന്ന് പറഞ്ഞ് വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, തീ പിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി പാവപ്പെട്ട, അറിഞ്ഞുകൂടാത്ത, സത്യമറിയാത്ത മുസ്ലിമുകളെ തെരുവിലിറക്കി ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തിയ കലാപമാണ് ദില്ലി കലാപം. വലിയൊരു തമാശയുണ്ട്. ഞാൻ ഈ പറയുന്ന BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയൊക്കെ ഒരു ഇന്നബിലിറ്റി, ഹാൻഡിക്യാപ്പ് എനിക്ക് ഇന്ന് രാവിലെയാണ് മനസ്സിലായത്. ഞാനെടുത്തിട്ട് വിക്കിപീഡിയ എടുത്ത് നോക്കി, ദില്ലി കലാപം ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ എന്താ പറയുന്നറിയോ? ദില്ലിയിൽ മുസ്ലിമുകൾക്കെതിരെ നടത്തിയ വംശഹത്യാ കലാപമാണ് ദില്ലി കലാപം. സമാധാനപരമായി സമരം നടത്തിയ മുസ്ലിമുകൾക്കെതിരെ
വർഗീയ ഭ്രാന്തന്മാർ നടത്തിയ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു, കുറച്ച് ഹിന്ദുക്കളും മരിച്ചു. ഇങ്ങനെയാണ് വിക്കിപീഡിയ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നടന്നത്. അപ്പോൾ ഇത് ഈ പ്രോ ഇസ്ലാമിക് അല്ലെങ്കിൽ പ്രോ അർബൻ നക്സൽ ഹാൻഡിലുകളാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. വിക്കിയിൽ പോലും അവർ തെറ്റായ ഒരു നാരേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ വിക്കിപീഡിയ എന്ന് പറഞ്ഞ ഈ മാധ്യമത്തിൽ അത് പോയെന്ന് എഡിറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു BJP-ക്കാരനും ഒരു സംഘപരിവാറുകാരനും ഉണ്ടായിട്ടില്ല. ഒരു ഫേക്ക് നറേറ്റീവ്സ് പോവുകയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത്, ഇയാളെ ജയിലിൽ തന്നെ കിടത്തിയിട്ട് ഇന്ത്യയിൽ മുസ്ലിമായി പോയാൽ വിചാരണയില്ലാതെ ജയിലിലിടും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു നാറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി കപിൽ സിബൽ എന്ന് പറയുന്ന ഉമർ ഖാലിദിൻ്റെ അഭിഭാഷകൻ തന്നെ നിരന്തരം ഈ കേസ് അഡ്ജോൺമെൻറ്റ് 7 തവണയെങ്കിലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതെല്ലാം വലിയൊരു മാസ്റ്റർ പ്ലാനാണ്. ഈ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു അജണ്ടയാണ്. ഈ അജണ്ടയുടെ കേരളത്തിലെ ഒരു കണ്ണിയായി മാറിയിരിക്കുകയാണ് അബ്ജോദ് വർഗീസ് എന്ന് ആരെങ്കിലും പറഞ്ഞ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. അബ്ജോദ് വർഗീസ് പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അബ്ജോദ് വർഗീസ് ഉമർ ഖാലിദിന് വേണ്ടി പണിയെടുക്കുന്നു. ഉമർ ഖാലിദ് പണിയെടുക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. ഉമർ ഖാലിദിൻ്റെ ആവശ്യം കാശ്മീർ പാകിസ്ഥാന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഉമർ ഖാലിദിൻ്റെ കൂടെ നിൽക്കുന്ന അബ്ജോദിൻ്റെ ലക്ഷ്യവും പാകിസ്ഥാന് കാശ്മീർ വിട്ടുകൊടുക്കണം എന്നത് ഉൾപ്പെടെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഉമർ ഖാലിദ് അങ്ങനെ പറയും. ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ അബ്ജോദ് വർഗീസ് ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പോളിടെക്നിക്കിൽ മാഗസിൻ എഡിറ്ററായിരുന്നു. അങ്ങനെ പഴയ SFIക്കാരൻ തിരിച്ച് ഏഷ്യാനെറ്റിൽ വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു നിലപാട്, കാരണം SFIക്കാർ മുഴുവൻ പാകിസ്ഥാനികളാണ് അനുഭാവികളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അബ്ജോദ് വർഗീസിനെ പോലെയുള്ള ചില ആളുകളുടെ മനസ്സിൽ പാകിസ്ഥാനാണ് തങ്ങളുടെ മാതൃരാജ്യം എന്ന് പരസ്യമായി പറയുന്ന ആളുകളെ പ്രകീർത്തിക്കുന്ന, അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം മലയാള മാധ്യമത്തിൽ കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന, പാകിസ്ഥാൻ്റെ താല്പര്യങ്ങളെ സ്വാഗതം ചെയ്യുന്ന, ഉമർ ഖാലിദിനെ വാരിപ്പുണരുന്ന ചില ആളുകളുണ്ട് എന്ന് പരസ്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അബ്ജോദ് വർഗീസ് എന്ന ഏഷ്യാനെറ്റിലെ ഈ മാധ്യമപ്രവർത്തകൻ്റെ പോസ്റ്റ്. ഒരു മാധ്യമപ്രവർത്തകനെതിരെ നിങ്ങളിങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമല്ല, ഇത് ആശയപരമായ പോരാട്ടമാണ്. ആശയപരമായി ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്ന ഒരാളെ എക്സ്പോസ് ചെയ്യുക, അത് നിശ്ചയമായും മാധ്യമപ്രവർത്തനമാണ്. അബ്ജോദ് വർഗീസിൻ്റെ ഈ നിലപാട് ഇന്ത്യക്ക് ഗുണകരമായ നിലപാടല്ല. കാരണം ഉമർ ഖാലിദ് ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അയാളെ വാരിക്കൊണ്ടിരുന്ന അബ്ജോദ് വർഗീസിൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയെ സംശയിക്കാത്ത തരമില്ല. കാരണം ഏഷ്യാനെറ്റിൽ അബ്ജോദ് വർഗീസ് വാർത്ത അവതരിപ്പിക്കുമ്പോൾ ഉമർ ഖാലിദിൻ്റെ ആരാധകനാണ് അബ്ജോദ് വർഗീസ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.